ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള എഗ് സാലഡ് തയ്യാറാക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാലഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എഗ് സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 അവിച്ച മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മുട്ട ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഫാറ്റ് കട്ട് ചെയ്യണം എന്നാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 കപ്പ് തേങ്ങ ചിരകിയതും. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പുളി വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പെണംപുളിയാണ്, നമ്മൾ സാധാ പുളിയല്ല, പെണംപുളിയുടെ 1 ടേബിൾ സ്പൂൺ പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇപ്പോൾ കുരുമുളകും അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈസി എഗ് സാലഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടേക്ക് കെയർ, ബൈ.